ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. സാധാരണ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആരും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഒരു ഗെയിം സ്പിരിറ്റ് അല്ലേ എന്ന്. ഇതെല്ലാം ഗെയിം സ്പിരിറ്റിൽ എടുത്തിട്ടല്ല കേട്ടോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആരും പുറത്തു പോയിരിക്കുന്നത്. അത്തരത്തിലാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആര്യൻ്റെ എവിക്ഷനാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. എല്ലാവരും ഞെട്ടിത്തെറിച്ചു. ആര്യനാണോ നിവിനാണോ പോകുന്നത്, നിവിനായിരിക്കും പോവുകയെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു. പെട്ടെന്നാണ് ലാലേട്ടൻ നിവിൻ്റെ പേര് പറഞ്ഞ നിവിൻ സേവിഡ്. അങ്ങനെ ഞെട്ടലും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അതെല്ലാവരും പലപ്പോഴും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സങ്കടവും ഞെട്ടലും ആര്യൻ്റെ മുഖത്തും വളരെ വ്യക്തമായി തന്നെ തെളിഞ്ഞു നിൽക്കുമായിരുന്നു. ആര്യൻ എല്ലാവരോടും യാത്ര പറഞ്ഞു, ഹഗ് ചെയ്തു, ഷൈക്കാനൊക്കെ കൊടുത്തിട്ടാണ് യാത്ര പറഞ്ഞത്. ഒരാളെ ഒഴിച്ച് അനുമോൾ അടുത്തേക്ക് പോയിട്ടും അനുമോളെ മൈൻഡ് പോലും ചെയ്യാതെ അടുത്ത ആളെ പോയി ഹഗ് ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോയി. എന്തുകൊണ്ട് അനുമോളോട് മാത്രം യാത്ര പറഞ്ഞില്ല? എന്നാൽ അനുമോൾ അതൊന്നും കാണിച്ചില്ല. ഫോട്ടോ എടുക്കുമ്പോഴേക്ക് കൂടെ പോയി നിന്നിട്ടുണ്ട്. പക്ഷെ അനുമോളോട് മാത്രം മിണ്ടുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ യാത്ര ഒന്നും പറയാതെ മൈൻഡ് പോലും ചെയ്യാതെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആര്യൻ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്, ഞാൻ എല്ലാം ഗെയിം സ്പിരിറ്റിലാണ് എടുക്കാറുണ്ട്. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഗെയിം സ്പിരിറ്റിലല്ല ആര്യൻ എടുത്തിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ശത്രുത മനോഭാവം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആര്യൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നത് എന്ന് വേണം പറയാനായിട്ട്. അത്തരത്തിലായിരുന്നു ആര്യൻ്റെ പോക്ക്. എല്ലാം ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്ന ആര്യൻ വളരെ ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു ആര്യൻ എന്ന് ഇപ്പോൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ശത്രുത, ദേഷ്യം, വൈരാഗ്യം എല്ലാം മനസ്സിൽ വെച്ചിട്ട് ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാതെ അനുമോളോട് മാത്രം യാത്ര പറയാതെ പോയിരിക്കുന്നു. ലാലേട്ടനോ മറ്റോ ആരോ അതിനെക്കുറിച്ച് ചർച്ചയൊന്നും ചെയ്തിട്ടില്ല. വീടിനുള്ളിൽ ഒരു ചർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ ചർച്ച ചെയ്താലും ഇനി 2 ആഴ്ച കൂടെയല്ലോ, അത് കഴിയുമ്പോഴേക്കും തിരിച്ചു വരും. ഇതൊക്കെ കഴിയാൻ പോവുകയാണ്. നമുക്ക് നോക്കാം പുറത്തിറങ്ങിയിട്ട് എന്തായിരിക്കും എന്ന്. എന്തായാലും അക്ബർ ആകെ ഡെസ്പായിട്ടിരിക്കുകയാണ്, തലക്ക് കൈയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കുന്നതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.